ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും മത്തിമാസ് വള്ളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഉച്ചയൂണിന് ഉണ്ടാക്കിയ ഒരു അടിപൊളി കൂട്ടാനാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുക്കോട് പുളിങ്കറി, അതാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് അവിടുത്തെ ഒരു അമ്പലത്തിൽ കൊടുക്കുന്ന ഒരു പുളിങ്കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പുളിങ്കറി ഉണ്ടാക്കുക എന്ന് നമുക്ക് കണ്ടുവരാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതാ നമ്മുടെ എടുത്തിട്ടുണ്ട്. പച്ചരി, മുളക്, ഉലുവ, ഇതെല്ലാം കൂട്ടിയിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് പുളിങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, പുളി, പിന്നെ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കഷ്ണങ്ങൾ ഇവിടെ ഞാൻ കുമ്പളങ്ങയും മത്തങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും ഇതിൽ ചേനയും കൂടിയും ചേർക്കണം. ചേന ഞാൻ വാങ്ങാത്തതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ വെറുതെ പച്ചമുളകും നാളികേരും, ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു പുളിങ്കറിക്ക് ആവശ്യമായിട്ട് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ബാക്കി പണിക്ക് കിടക്കാം. ഞാൻ ആദ്യം എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കഷ്ണങ്ങളുണ്ടല്ലോ, അത് മഞ്ഞപ്പൊടി ഇട്ടിട്ട് പുളിയുടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ 3 സംഭവങ്ങളുണ്ടല്ലോ, അതൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് എണ്ണയൊന്നും ഒഴിക്കാണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാം നന്നായിട്ട് മൂപ്പിച്ച് എടുക്കണം. അതാണ് ഞാൻ രണ്ടാമത് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ മറ്റേ കഷ്ണത്തിൽ ചേനയും കൂടിയും ആഡ് ചെയ്യണം എന്നുള്ളത്. എനിക്ക് ചേന തൊട്ട കൈയൊക്കെ നന്നായിട്ട് ചൊറിയും, പിന്നെ അത് തന്നെ നേരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചേന ഇതിൽ ആഡ് ചെയ്യാത്തത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചേന ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യണം, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് കഷ്ണമാവുക. ഓക്കെ, പിന്നെ വലിയ വലിയ കഷ്ണാക്കിയിട്ട് മുറിക്കുകയും ചെയ്യണം. എന്നിട്ട് അത് പുളിവെള്ളത്തിൽ മഞ്ഞപ്പൊടി ഉപ്പിടണ്ട, മഞ്ഞപ്പൊടിയും പുളിവെള്ളത്തിൽ നന്നായിട്ട് അത് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും എന്താ പറയുക, നമ്മുടെ ഡ്രൈ റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് നന്നായിട്ട് അങ്ങോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അത് വേറൊരു പാത്രത്തിൽ കുറച്ചും കൂടി വെള്ളം കലക്കിയിട്ട് അതിതാ ഈ ഒരു പരുവത്തിലാക്കിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് ഇപ്പം ആവശ്യമില്ല. നമ്മളുടെ കഷ്ണമൊക്കെ വെന്ത് നല്ല രീതിയിലായതിനു ശേഷം മാത്രം നമുക്കിത് എടുത്താൽ മതി. അപ്പോൾ അതാ നമ്മളുടെ കഷ്ണങ്ങളും പരിപ്പും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ തിള വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ ഒരു അരപ്പുണ്ടല്ലോ, ഡ്രൈ റോസ്റ്റ് ചെയ്ത സാധനം, അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യണത് കേട്ടോ. അത് അങ്ങനെ ആഡ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ അങ്ങോട്ട് കട്ട പിടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്തത്. പിന്നെ ഞാൻ ആഡ് ചെയ്തത് കുറച്ച് ശർക്കരയാണ് കേട്ടോ. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ കാണിച്ചല്ലോ നാളികേരവും പച്ചമുളകും മാത്രം അരച്ചിട്ടുള്ള ആ അരപ്പും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് ഇവിടെ കിടന്നിട്ട് അങ്ങോട്ട് തിളച്ചോട്ടെ. ഒരു കുറച്ച് തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഇതോടുകൂടി നമ്മളുടെ കൂട്ടാൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടും കൂടി വേണം കേട്ടോ. അതും കൂടിയും കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ഇതിലേക്ക് വറുത്തിടാം. വെളിച്ചെണ്ണ ചൂടായ കടുക്, മുളക്, കറിവേപ്പിനില, ഇത്രയും സംഭവങ്ങളിട്ട് പൊട്ടിക്കുക, കൂട്ടാനിലേക്ക് ഇടുക, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മളുടെ അടിപൊളി പുളിങ്കറി റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് വേഗം പോയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ നല്ല ചൂട് ചോറെടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മളുടെ ചൂട് കൂട്ടാനും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ പുളിങ്കറി, പിന്നെ ഞാൻ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അധികം വിഭവമൊന്നുമില്ല. പിന്നെ രാവിലെ പുട്ടായതുകൊണ്ട് അതിൻ്റെ കടലെടുത്തിട്ട് ഞാൻ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടി പോലെ ഒരു സംഭവം, അത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും എൻ്റെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു പുളിങ്കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ട് 3 മാസമായി എന്ന് എനിക്കറിയാം. ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതുമാതിരി കമൻറ്റിലൂടെ യൂട്യൂബിൽ ചോദിച്ചിട്ടുണ്ട്, എന്താ വീഡിയോ ഇടാത്ത, ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇട്ടൂടെ, കാണാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഇനി അങ്ങോട്ട് ഡെയിലി അല്ല, വീക്ക്ലി ഒരു 2 വീഡിയോ ഇടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നെക്കൊണ്ട് പറ്റാവുന്നത്ര വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ട് ആഴ്ചയിൽ 2 വീതം ഞാൻ ഇടും. ഒരു 3 മാസമായി തോന്നുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ട്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു ഞാൻ ഇത് ഒന്നങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇനി വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരയ്ക്കും ടാറ്റ, ബൈ.